കൈരളി ന്യൂസ് ഇമ്പാക്ട്. ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫിന് കൈരളി വാർത്തയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും തുണയായി. ആലപ്പുഴ സ്വദേശി കൈയടക്കി വെച്ചിരുന്ന ഉപജീവന മാർഗമായ വാടകയ്ക്ക് നൽകുന്ന വാർക്കത്തകിടുകൾ ഒടുവിൽ സാബുവിന് തിരികെ ലഭിച്ചു. വാർത്തയ്ക്ക് പിന്നാലെ ലഭിച്ച പിന്തുണയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും തനിക്ക് തുണയായതായി സാബു പറഞ്ഞു. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശേഷം ന്യൂസ് ടൈമുമായി ഷമ്മി എത്തും. നന്ദി പറയാനുള്ളത് കൈരളി ടി വിയോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയാൻ. കാരണം ഈ വാർത്ത പലരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കാനായിട്ട് കൈരളി ടി വി കാണിച്ചൊരു വലിയ അതിന് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി പറയണം. പിന്നെ മുഖ്യമന്ത്രി ഓഫീസ് പിണറായി വിജയൻ സാറിനോട് പ്രത്യേകം നന്ദി. സാറ് നേരിട്ട് കണ്ടിട്ടുണ്ടാവും തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അതെന്തായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ അതിന് തീരുമാനം ഉണ്ടാക്കി. അതിനോടെല്ലാം പ്രത്യേകം നന്ദി പറയാനുണ്ട്. ഇരുട്ട് വീണ കണ്ണുകളുമായി വാർക്കത്തകിടുകൾ വാടകയ്ക്ക് നൽകിയാണ് സാബു സേവ്യർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ആലപ്പുഴ സ്വദേശി വാടകയ്ക്കെടുത്ത സാധനങ്ങൾ തിരികെ നൽകാതെ വന്നതോടെ ജീവിതം പ്രതിസന്ധിയിലായി. പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാവാതെ വന്നതോടെയാണ് വിഷയം കൈരളി ന്യൂസിൻ്റെ മുന്നിലെത്തിയത്. സാധനങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് ഇത് കിട്ടാതെ വന്നു. ഇപ്പം എവിടെ ബന്ധപ്പെടുമെന്ന് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഇത് കൈരളി ചാനലിലേക്ക് ഞാൻ ഈ വാർത്ത എത്തിച്ച് അവരോട് ഒന്ന് വാർത്ത ചെയ്യുകയൊക്കെ ചെയ്തു. അതിനകത്ത് വലിയ സംഘടനക്കാർ ഒത്തിരി ആൾക്കാർ ഇടപെടുകയൊക്കെ ആ സമയത്ത് നടത്തി. പിന്നെ പതുക്കെ അതങ്ങ് തണുത്തു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ വഴിയൊരുക്കി. ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഞാനിത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ ഈ വിവരങ്ങളെല്ലാം കാണിച്ച് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളും എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ഞാൻ പരാതി അയക്കുന്നത്. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെയും എൻ്റെ മെയിലിലേക്ക് എനിക്ക് റിപ്ലൈ വന്നു. കോട്ടയം SP-ക്ക് അടിയന്തരമായിട്ട് ഇത് അന്വേഷിച്ച് ഇതിന് തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വന്നു. കോട്ടയത്ത് നിന്ന് അന്നേരം തന്നെ എന്നെ വിളിച്ചു. അന്നേരം തന്നെ അവരത് ആലപ്പുഴയ്ക്ക് ഫോർവേഡ് ചെയ്തു. പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടായി. എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തു. സാധനങ്ങളെല്ലാം അവിടുന്ന് പലരുടെ കയ്യിലോട്ട് പോവുകയും വിൽക്കുകയും അവർ പണം എടുക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം അവിടുന്ന് കണ്ടെടുത്ത് ഒരു 4-5 ദിവസം മുമ്പ് പോലീസ് എന്നെ വിളിച്ചു പറഞ്ഞു, സാധനങ്ങൾ പൂർണ്ണമായിട്ടും സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്ന ദിവസമാണെന്നും പറഞ്ഞ്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും പിണറായി വിജയൻ സാറിനോടും പ്രത്യേകമായിട്ട് എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക. കാരണം നഷ്ടമായ ഉപജീവന മാർഗം തിരികെ ലഭിച്ചതോടെ സാബുവും കുടുംബവും ഇപ്പോൾ ഹാപ്പിയാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.